അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്ന വലിയ അവകാശവാദം കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗം ഓഗസ്റ്റ് മാസത്തിൽ നടത്താൻ പോകുന്ന പ്രതിനിധി സമ്മേളനത്തെ അവലംബമാക്കി അവർ നടത്തുന്ന വലിയ അവകാശവാദങ്ങളാണ്. അവരുടെ സഭയുടെ ലോക പാർലമെന്റ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങളാണ് അവരുന്നയിക്കുന്നത്. ലോകമെമ്പാട് നിന്നും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളെത്തി വലിയൊരു പാർലമെന്റ് സമ്മേളനത്തിൽ പോലെ നടത്തുകയാണ്. അപ്പൊ അതിന് നടത്തുന്ന വർണ്ണനകളും വ്യാഖ്യാനങ്ങളും നമ്മൾ പരിഗണിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ പരിശുദ്ധ സിംഹാസനത്തെ പറ്റി പിന്നെയും ചിന്തിക്കുവാൻ നിർബന്ധിതരാകുന്നത്. ആദിമ സഭയില് 3 പരിശുദ്ധ സിംഹാസനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ പറയാനും സ്ഥാപിക്കാനും ഒക്കെ പലരും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ തന്നെ ഡോക്യുമെന്റുകളും അവരറിയാതെ ഹോൾഡ് ചെയ്യുന്ന ചില വിശ്വാസങ്ങളും അവർക്കെതിരായി സാക്ഷി പറയുന്നു. ഉദാഹരണം പറഞ്ഞ അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, ഈ 3 സിംഹാസനങ്ങളായിരുന്നു പൂർവിക സിംഹാസനങ്ങൾ. AD 325 നിക്കായില് സുന്നോദോസ് നടക്കുമ്പോൾ, അതാണ് ആദ്യത്തെ പൊതു സുന്നോദോസ്. അപ്പൊ അതിനെപ്പറ്റി കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിലെ ബുദ്ധിജീവി മെത്രാന്മാർ പലതരത്തിൽ വ്യാഖ്യാന കസർത്തുകൾ നടത്തി നിക്കാ സുന്നോദോസിന്റെ പ്രാധാന്യത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വളരെ പരിചയമാണ്. സ്ഥിരമായിട്ട് നിക്കിയ സുന്നോദോസിനെ അവഹേളിക്കുന്ന, അത് ഒരു പ്രാദേശിക സുന്നോദോസ് ആയിരുന്നു എന്നും റോമാ സാമ്രാജ്യത്തിനകത്ത് ഉൾപ്പെട്ട സ്ഥലപരിധികളെ സംബന്ധിക്കുന്ന ഒരു സുന്നോദോസ് മാത്രമായിരുന്നു എന്നും നിരന്തരമായിട്ട് പറയുന്നത് കഞ്ഞിക്കുഴി ഓർത്തഡോക്സിലെ മെത്രാച്ചന്മാരാണ്. ഞാനിവിടെ വീഡിയോ ഒന്നും പ്ലേ ചെയ്യുന്നൊന്നുമില്ല. ഇന്ന് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്കെല്ലാം വളരെ ഫെമിലിയർ ആണ്. അപ്പൊ നിക്കിയ സുന്നോദോസിനെ സംബന്ധിച്ച് കഞ്ഞിക്കുഴി ഓർത്തഡോക്സുകാരുടെ നിരന്തരമായ ഒരു നിലപാടും ഒരു വ്യാഖ്യാനവും നിക്കിയ സുന്നോദോസിന്റെ ജൂറിസ്ഡിക്ഷൻ റോമാ സാമ്രാജ്യത്തിന്റെ അകത്ത് മാത്രമായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ അകത്ത് ഉള്ള സഭകളെ പറ്റി തീരുമാനമെടുക്കുവാൻ അവർ കൂടി ആലോചിച്ച ഒരു ചെറിയ കമ്മിറ്റി യോഗം എന്നതിനപ്പുറത്ത് ഒരു പ്രസക്തിയുമില്ല. ഇവരുടെ ഈ പൊക്കിക്കൊണ്ടുവന്ന ഈ വ്യാഖ്യാനത്തിന്റെ സോപ്പ് കുമിള ചില മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിപ്പോയി. എങ്ങനെയാണെന്നറിയോ? ഈ നിക്കിയ സുന്നോദോസിന്റെ 1500ാമത് വാർഷികം, 1800ാമത് വാർഷികം ഇവര് ആഘോഷിക്കുകയാണ്. 325 നടന്ന സുന്നോദോസ് 1700 വർഷം കഴിഞ്ഞപ്പോൾ 2025 1700ാമത് വാർഷികമാണ്. അപ്പൊ 1700ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ അത് പല സ്ഥലങ്ങളിലും പല ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു. അപ്പൊ ഈ തുർക്കിയിൽ നിക്കായിൽ തന്നെ അതിൻ്റെ ഒരു ആഘോഷം നടത്തി. അതില് റോമിലെ പോപ്പും മറ്റ് സഭാ തലവന്മാരും ഒക്കെ സംബന്ധിച്ചു. അപ്പൊ അവിടെ എങ്ങനെയോ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഒരു ടിക്കറ്റ് തരപ്പെടുത്തി. പണ്ട് ബാറാക്ക് ഒബാമയുടെ കാലത്ത് വൈറ്റ് ഹൗസിൽ ഒരു വിരുന്ന് നടന്നു. ആ വിരുന്നില് ഒരു ദമ്പതികൾ കടന്നുകൂടി. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ആ വാർത്ത വായിക്കുക, ഇപ്പോഴും സ്റ്റിൽ അവൈലബിൾ. ഇത്രയേറെ സുരക്ഷിതത്വമുള്ള അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ പ്രസിഡൻഷ്യൽ ബാങ്കറ്റ് ആയിരുന്നു.
പ്രസിഡന്റിന്റെ വിരുന്നില് അത്ര സെക്യൂരിറ്റി പരിശോധനകളെല്ലാം ഉള്ള ആ വിരുന്നിനകത്ത് ഈ രണ്ടുപേര്, ഒരു സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരെന്ന രീതിയിൽ വരികയും എല്ലാവരോടും ഇടപെടുകയും വിരുന്നിൽ പങ്കെടുക്കുകയും ആർക്കും സംശയത്തിന് ഇടപെടാതെ അവിടെ ഇടപെടുകയും ചെയ്തു. വിരുന്നിന്റെ 80% സമയവും ബിയോണ്ട് സസ്പീഷൻ അവർ ആക്ട് ചെയ്തു. പക്ഷെ അവസാനത്തെ മൊമെന്റിൽ അവർ പിടിക്കപ്പെട്ടു. ഇത് ആരാണ്? അവരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ അവരെ എങ്ങനെ അകത്ത് കയറി, എന്ത് സെക്യൂരിറ്റി പിഴവാണ് സംഭവിച്ചത്, നോബഡി നോസ്. ലോകമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു. അങ്ങനെ ചില ബിരുദന്മാരുണ്ട്, കയറി പറ്റുക എന്ന് പറയും. നമ്മുടെ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മത്തായി 3-ാം ബാവയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. എങ്ങനെയോ ആരോ ഒരു ടിക്കറ്റ് തരപ്പെടുത്തി കൊടുത്തു. ഇത് ഈ സ്റ്റേജെ വലിഞ്ഞു കയറി. പക്ഷെ അത് കഴിഞ്ഞ് നടന്ന വിരുന്നുകളും അത് കഴിഞ്ഞ് നടന്ന മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, അതിലൊന്നും ഇതേ ഇല്ല. പെട്ടെന്ന് നിഷ്ക്രമിച്ചു. ആ വാക്കാണ് എർദോഗാൻ പറഞ്ഞേ. എർദോഗാനോട് ഇതേപ്പറ്റി ചോദിച്ചു. എർദോഗാൻ പറഞ്ഞു, തുർക്കി ഭാഷയിൽ ഇതിന് വാക്കില്ല, അതുകൊണ്ട് മലയാളത്തിൽ നിഷ്ക്രമിച്ചു. നിഷ്ക്രമിച്ചു. നിങ്ങൾ നോക്ക്, ആ കാറ്റടിക്കുന്ന കടൽ തീരത്ത് ടാർപോളിൻ വലിച്ചു കെട്ടി പ്ലൈവുഡ് കൊണ്ട് ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ അവരെല്ലാം കയറി നിന്ന്, അതേ കയറി നിൽക്കുന്നുണ്ട്. പക്ഷെ പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല. പിന്നീട് ഒരു പള്ളികളിൽ നിൽക്കുകയും മീറ്റിംഗ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ അഫ്രന്തിദിയം പാത്രിക്കിസ്വാവായ ലിയോ പോപ്പിനെയൊക്കെ കണ്ടു. പക്ഷെ ഇദ്ദേഹത്തെ കണ്ടില്ല, എതുവഴിയോ പോയി. എന്നിട്ട് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ PR ഏജൻസികൾ ഇതങ്ങ് പൊക്കുകയാണ്. ഞങ്ങൾക്ക് ക്ഷണം കിട്ടി, ഞങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാൻ പറ്റി. എവിടെ? നിക്കിയ സുന്നോദോസിന്റെ 1700ാമത് വാർഷികത്തിനും മറ്റും പോയ മുതലാണ് ഈ മുതല്. നിങ്ങൾക്കറിയാവോ? ശരിയാണ്. അപ്പൊ അത്രയും പ്രസക്തി എന്തിനുണ്ട്? നിക്കിയ സുന്നോദോസിനുണ്ട്. ഇവരറിയാതെ ഇവരുടെ കാലെ വെടിവെച്ചതാ. ഇവരിതിനൊരു പ്രാധാന്യമില്ലെന്നും നിക്കിയ സുന്നോദോസ് എന്ന് പറഞ്ഞാൽ എന്താടേ, അവിടെ ആരാണ്ട് 5-6 പേര് കൂടിയതാണെന്ന്. പക്ഷെ ഈ 5-6 പേര് കൂടിയതിന്റെ 1700ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി കനത്ത തുക കൈക്കൂലി കൊടുത്തും കാലെ പിടിച്ചും പാദസേവ നടത്തിയും ടിക്കറ്റ് തരപ്പെടുത്തി. ടിക്കറ്റ് കൊടുത്തവർ പറഞ്ഞു എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, കയറി നിന്നോണം, ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അന്നേരം മുങ്ങിക്കോണം എന്ന് പറഞ്ഞു. അന്നേരം മുങ്ങി. കാരണം ഈ ടിക്കറ്റ് കൊടുത്ത ആൾക്ക് പിടുത്തം വീഴും. അതുകൊണ്ടാണ് അബദ്ധത്തിൽ കയറിയ പുള്ളി അന്നേരം പോയി ടൂറിസ്റ്റ് ആയിട്ട് വന്നതാ. പുള്ളി സ്റ്റേജിൽ കയറിന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി എന്ന് പറഞ്ഞു. പിന്നെ ആളെ കണ്ടില്ല, എല്ലാവരും തിരക്കി. അവനെ പിന്നെ കണ്ടില്ലെന്ന്. പിന്നെ അവനെ അസ്തോദിൽ കണ്ടെന്നൊരു വാക്യമുണ്ട് ബൈബിളിൽ. പിന്നെ അസ്തോദിലാണ് കാണുന്നത്, മുങ്ങി. അങ്ങനെ ഒരു നാണക്കേടുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ അതൊന്നും അല്ല എന്റെ വിഷയം. നിക്കിയ സുന്നോദോസിന്റെ ആ വലിയ പ്രാധാന്യം 1-ാമത്തെ പൊതു സുന്നോദോസാണ്. ഈ പൊതു സുന്നോദോസില് 3 സിംഹാസനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ത്യോക്യ സിംഹാസനത്തിൽ ഒസ്താത്യോസ് ബാവയാണ് പാത്രിയാർക്കീസ് ആയിരുന്നത്. നിക്കിയ സുന്നോദോസിന്റെ കൂടുതൽ സമയവും ചെയറിലിരുന്നത് ആ ഒസ്താത്യോസ് ബാവയാണ്. അതുപോലെ തന്നെ അലക്സാൻഡ്രിയ, അതുപോലെ റോമിൽ നിന്ന് വളരെ കുറച്ചാളുകൾ മാത്രമാണ് നിക്കിയ സുന്നോദോസിൽ പങ്കെടുത്തത്. പാശ്ചാത്യ പ്രദേശത്ത് നിന്ന്, പാശ്ചാത്യരുടെ ഇടയിൽ നിന്ന് തന്നെ ലെസ് ദാൻ 10 ബിഷപ്സ്, 10-ൽ താഴെ ബിഷപ്പുമാരെ 318 പേരിലുണ്ടായിരുന്നുള്ളൂ. 308 പേരും പൗരസ്ത്യ പിതാക്കന്മാരായിരുന്നു. ഇതായിരുന്നു നിക്കിയ സുന്നോദോസ്. ആ നിക്കിയ സുന്നോദോസ് നടക്കുമ്പോ 3 സിംഹാസനങ്ങളേ ഉള്ളൂ. അപ്പൊ അതാണ് സിംഹാസനങ്ങൾ, അതാണ് പൂർവിക സിംഹാസനങ്ങൾ എന്ന് പറയുന്നത്.